ആദിശേഷന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടും ആ ദുഷ്ടന്മാരുടെ ബിംബം എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? പറയൂ ഗുരുദേവ. നോക്കൂ ശിവാനി, ആദിശേഷൻ പുനർജന്മമെടുത്ത് മനുഷ്യനായി ജീവിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ യാതൊരു വൈവാഹിക ബന്ധവുമില്ല. അതുകൊണ്ടായിരിക്കാം അവന്റെ കണ്ണുകളിൽ ഒരു രൂപവും കാണുവാൻ നിനക്ക് സാധിക്കാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദിശേഷൻ നാഗലോകത്തുണ്ടായിരുന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ ആ ബിംബം കാണേണ്ടതായിരുന്നില്ലേ? ശിവാനി, ആദ്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്നത് ഗാന്ധർവ വിവാഹമായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകളിൽ അദൃശ്യമായതെന്തോ തെളിഞ്ഞിരുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുദേവ? ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലെന്നാണോ? എനിക്കും ആദിശേഷനും ഒന്നു ചേരാൻ സാധിക്കില്ലേ? സാധ്യമാണ്. അതിനുള്ള സമയമായിട്ടില്ല. സമയമാവുന്നതേ ഉള്ളൂ. അതെപ്പോഴാണ്? നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ. എന്നുവച്ചാ നീ ഇപ്പോൾ തന്നെ നിന്റെയും ആദിശേഷന്റെയും വിവാഹത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കണം. നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞാൽ പതിയെ പതിയെ ആദിശേഷനിൽ നാഗലോകത്തിന്റെ ഓർമ്മകൾ ഉണരും. ഉറപ്പായും പഴയതെല്ലാം ഓർമ്മ വരുമോ ഗുരുദേവ? ഇത് ദൈവസത്യമാണ്. അങ്ങനെയേ സംഭവിക്കൂ. ആയിക്കോട്ടെ ഗുരുദേവ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ എന്റെയും ആദിശേഷന്റെയും വിവാഹത്തെ പറ്റി ഞാൻ ആലോചിക്കാം. അതിനുവേണ്ടി ഞാൻ തീർച്ചയായും പ്രയത്നിക്കാം. പോയി വരൂ, ഭംഗിയായി നടക്കട്ടെ. നാഗമാത, മംഗളം ഭവിക്കട്ടെ. ബ്രോ, രാത്രി എവിടേക്കാ പോയേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. പാതിരാത്രിയിൽ എവിടേക്കാ പോയെന്ന് അറിയാൻ വേണ്ടിയാ. പോയിരുന്നു. എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിലോ? അതും രാത്രിയില്ലോ? ഒരു സ്പെഷ്യൽ പൂജ ഉണ്ടായിരുന്നു. എന്താണ് ബ്രോ വിശേഷമായിട്ടുള്ള പൂജ? അതെന്തോ നേർച്ചയായിരുന്നു. നേർച്ചയോ? എന്ത് നേർച്ചയാ? അത് നടത്തിക്കഴിഞ്ഞാ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? പറ ബ്രോ, അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലേ? ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ വിശ്വസിക്കും. ഇവനെ ശരിക്കൊന്ന് യൂസ് ചെയ്യണം. പറ ബ്രോ പ്ലീസ്. തൃശൂലേ, നിനക്ക് ആ നീലിമല കാടറിയില്ലേ? അവിടെ ഒരു സ്വാമിജി ഉണ്ട്. നമ്മുടെ മുഖം നോക്കി ഭാവി പ്രവചിക്കും. സ്വാമിയുടെ അടുത്ത് ഞാൻ എന്റെ കല്യാണം പെട്ടെന്ന് നടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് അർദ്ധരാത്രി അമ്പലത്തിൽ പോയിട്ട് ഒരു വിശേഷാൽ പൂജ ചെയ്യണമെന്ന്. അത് ചെയ്യാൻ വേണ്ടി പോയതാ. ആ സ്വാമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കല്യാണമൊക്കെ വേഗം നടക്കോ? അതെ തൃശൂൽ, ആ സ്വാമി ഭയങ്കര പവർഫുള്ളാ. താങ്ക് യു ബ്രോ. ഹേ, താങ്ക്സ് ഒക്കെ എന്തിനാടാ? അതൊന്നുമില്ല, എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ശരി ബ്രോ, ബൈ. അവസാനം എന്റെ ലവ് സക്സസ് ആവാനുള്ള വഴി തെളിഞ്ഞു. യെസ്. എന്റെ സങ്കടം കാണാൻ നീയും വന്നു അല്ലേ? സുന്ദരി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. രാത്രിയിൽ ആദിശേഷൻ ഓർമ്മകളെല്ലാം തിരിച്ചു വരുമെന്ന് ഗുരുദേവൻ പറഞ്ഞത് കേട്ട് ഞാൻ എത്രത്തോളം സന്തോഷിച്ചെന്നറിയോ നിനക്ക്? 23 വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന്, കഷ്ടപ്പാടിന് തീർച്ചയായും ഒരു അറുതി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ അങ്ങനെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചതൊന്ന്, അവിടെ സംഭവിച്ചത് മറ്റൊന്ന്. ത്രിവിക്രമന് പഴയതൊന്നും ഓർമ്മ വന്നില്ല. അവന്റെ കണ്ണുകളിൽ ഒരു ബിംബവും കണ്ടില്ല സുന്ദരി. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ തോൽക്കുകയാണെന്ന് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ഗുരുദേവനാണെങ്കിൽ എന്റെയും ആദിശേഷന്റെയും കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാ പറയുന്നത്.
ആ ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ അത്ര. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുന്ദരി. തനിയെ നിന്ന് കല്യാണം കഴിക്കാനുള്ള പ്രയത്നം തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല സുന്ദരി. എന്റെ കൂടെ ആരുമില്ല ഇവിടെ. നീ ഉണ്ടാകുമോ സുന്ദരി? നീ എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ എന്റെ വേദനകളെല്ലാം ഞാൻ മറക്കും. പക്ഷെ എന്റെ വേദനകൾക്ക് ഒരു പരിഹാരം കാണാൻ നിനക്കാവില്ലല്ലോ. ഇല്ല, അതിന് കഴിയില്ല. ഞാനിനി എന്ത് ചെയ്യും സുന്ദരി? എന്റെ വേദനകൾക്കൊരു അവസാനമില്ലേ? ചേട്ടാ ഒന്ന് നിന്നേ. ഇവിടെ എവിടെയോ ഒരു സ്വാമി ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, അതെവിടെ? ഇവിടുന്ന് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ആൽമരം ഉണ്ട്. എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവാറ്. നേരെ പോയാൽ മതി. ശരി ചേട്ടാ. നാമം 3 അക്ഷരം, തൃശൂൽ. വീട്ടിലെ ഏറ്റവും പുതിയ അംഗം, അതും ദത്തുപുത്രൻ. രാജകീയ ഭവനമാണെങ്കിലും അർഹതപ്പെട്ട സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു പെൺകുട്ടി കാരണം മനസ്സസ്വസ്ഥമാണ്. ഇതെന്താണിത്? എന്റെ മുഖം പോലും നോക്കാതെ എന്റെ ഫുൾ ഇൻഫർമേഷൻ പറയുന്നുണ്ടല്ലോ. സ്വാമി, അങ്ങേക്ക് എന്നെ നേരത്തെ അറിയോ? ഞാൻ നിങ്ങൾ ഇതിനു മുൻപ് എവിടെയും കണ്ടിട്ടുമില്ലല്ലോ. എനിക്കെല്ലാവരെ കുറിച്ചും അറിയാം. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. നിങ്ങൾ ഇവിടേക്ക് വന്ന വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാമി, എന്റെ പ്രണയത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ എന്റെ പെണ്ണിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്നോടൊരു ഇഷ്ടമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സ്വാമി. വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എല്ലാറ്റിനും പരിഹാരമുണ്ടാകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയ് സ്വാമി. സൂര്യോദയത്തിനു മുൻപ് ശുദ്ധമായ മനസ്സോടുകൂടി കാടിനു മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുമായി അവിടെ ചെന്നതിന് ശേഷം അവളെ നിന്റെ 2 കൈകളിലുമെടുത്ത് ആ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യേണ്ടതാണ്. എല്ലാം ഭംഗിയായി തന്നെ നടക്കും. സ്വാമി, നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ പെണ്ണിന് എന്നോട് ഇഷ്ടം തോന്നുന്ന കാര്യം ഉറപ്പാണോ? ഉറപ്പായിട്ടും നടക്കും. താങ്ക് യു സ്വാമി, താങ്ക് യു സോ മച്ച്. ഇന്ന് രാത്രി എന്നെ അവളെ വിളിച്ചുകൊണ്ട് പോയി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തേക്കാം. ഓക്കെ, എന്നെ പോട്ടെ. പോയി വരൂ. നിനക്ക് നന്മ വരട്ടെ. താങ്ക് യു സ്വാമി. ആശീർവദിച്ചാലോ? എന്നാ പോയിട്ട് വരും. സാർ, എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആക്ടിങ്ങിന് എക്സ്ട്രാ ബോണസ്. സന്തോഷായി. എന്നാ പോട്ടെ സാറേ. ഞാൻ വിരിച്ച വലയെ തന്നെ അവൻ വീണു. തൃശൂൽ, നിന്റെ ഗേൾ ഫ്രണ്ട് ആരാന്ന് ഇന്ന് ഞാൻ അറിയും. അവളെയും കൂട്ടി നീ ഇന്ന് അമ്പലത്തിൽ വരികയും ചെയ്യും. വന്നല്ലേ പറ്റൂ. ഹേയ്, ഹായ് സുന്ദരി. എന്താണ് ഞാൻ വന്ന ഉടനെ എന്റെ അടുത്തേക്ക് വന്നേ? എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നോ? എന്താണ് കാര്യം? നിന്റെ യജമാനത്തിൽ നിന്നെ വഴക്ക് പറഞ്ഞോ? സുന്ദരി, എന്തു പറ്റി സുന്ദരി? സുന്ദരി,
ഏയ് നിനക്ക് എന്താ പറ്റി? ഇനി ശിവാനിക്ക് എന്തെങ്കിലും? ശിവാനി, ശിവാനി, ശിവാനി. എന്താ പറ്റി ശിവാനി? മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ശിവാനി, ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല തൃശൂൽ. ഒറ്റപ്പെടൽ എനിക്കിപ്പോ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ആരും കൂടെ ഇല്ലാത്തതിന്റെ വേദന ഓരോ ദിവസവും കൂടി വരികയും. എന്തിനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ, സുന്ദരിയില്ലേ? ആരുണ്ടെങ്കിലും എന്റെ സങ്കടം ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല തൃശൂൽ. എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രമേ എന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടും അതിന് ഫലം കാണുന്നില്ല. എന്റെ ജീവിതത്തില് വെറും അഗ്നി പരീക്ഷകൾ മാത്രമാണുള്ളത്. ശിവാനി, പ്ലീസ് വിഷമിക്കാതിരിക്കേ. നല്ല സ്ട്രോങ് ആയ ഒരാളാണ് നീ. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞാൽ കഷ്ടമല്ലത്. തൃശൂൽ, എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. മനസ്സില് വിശ്വാസം എന്നുള്ളൊരു കാര്യമുണ്ട്. അതെന്നാണോ ഇല്ലാതാവുന്നത്, സ്വാഭാവികമായും അന്ന് ദുഃഖം തോന്നില്ലേ? നിന്റെ ദുഃഖത്തിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. നിന്റെ ലവ് സക്സസ് ആവണല്ലേ? ആവാൻ വേണ്ടി ഞാൻ സഹായിക്കാം. ഞാൻ പറയുന്നത് കേട്ടാ മതി. ശരി, ഞാൻ കേക്കാം. കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോയി അവിടെയുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയാൽ മതി. നീ എന്ത് കാര്യമാണ് വിചാരിച്ചാൽ നടന്നിരിക്കും. സത്യമായിട്ടും? സത്യമായിട്ട് നടക്കുന്നേ. ഞാൻ ഇപ്പോഴല്ലേ സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വന്നു. എന്ത് തടസ്സമാവട്ടെ, എന്ത് വേണമെങ്കിലും വന്നോട്ടെ, 7 ജന്മവും നിന്റെ ബന്ധം ഉറപ്പിക്കാത്രേ. ഇനി ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ശരി, എന്നാ എന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോ. വാ. ഏയ്, ഈ സമയത്ത് അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ പോയി പ്രദക്ഷിണം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണത്രേ. എന്ന് വെച്ചാൽ വെളുപ്പിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റാ? ഇന്ന് രാത്രി തന്നെ പോവാം. താങ്ക് യു തൃശൂൽ. എപ്പോഴും എന്റെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടല്ലോ. നിന്റെ ആ ഗുണം ഞാൻ ഒരിക്കലും മറക്കില്ല. നീയാ യഥാർത്ഥ കൂട്ടുകാരൻ. ഇപ്പോഴും നീ എന്നെ കൂട്ടുകാരനായിട്ട് തന്നെയാണല്ലോ കാണുന്ന ശിവാനി. സാരമില്ല, ആ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഉറപ്പായിട്ട് നിന്റെ മനസ്സ് മാറും. എന്നെ പ്രണയിക്കുകയും ചെയ്യും. എന്താ ആലോചിക്കുന്നേ തൃശൂൽ? ഒന്നുമില്ല. രാത്രിയിൽ റെഡി ആയിട്ടിരുന്നു. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളാം. ശരി. തൃശൂൽ, തൃശൂൽ. മുതലാളി പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്താ ദിഗ്വിജയ, എന്തു പറ്റി? തൃശൂൽ എവിടെ അമ്മേ? ദമയന്തി, തൃശൂലിനെ വിളിക്കേ. ഡാഡ്, അവൻ വീട്ടിലില്ല. വീട്ടിലില്ലേ? എവിടെ പോയി? അറിയില്ല. മുതലാളി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ തന്നെ എത്തിക്കോളും. നിനക്കൊന്നും മനസ്സിലാവില്ല അന്തീശ. ഈ വീട്ടിലുള്ളവർക്ക് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ദമയന്തി, ത്രിവിക്രമനെ വിളിക്കേ. അവൻ അറിയാമായിരിക്കും തൃശൂൽ എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന്. അവൻ വീട്ടിലില്ല. അവനും ഇവിടെ ഇല്ലേ? ഓഹോ, അപ്പൊ അവനും എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയില്ല അല്ലേ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? മക്കൾ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എപ്പോ വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊന്നും നിനക്ക് അറിയണ്ട അല്ലേ? ഓക്കെ, എപ്പോഴാ രണ്ടാളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്? ഓഹോ, അവരെപ്പോഴാണ് പോയതെന്ന് പോലും നിനക്കറിയില്ല അല്ലേ? ഗോവിന്ദ, അറിയില്ല, അറിയില്ല, അറിയില്ല. ഓക്കെ, ഇനി മുതൽ നിങ്ങള് ആരെ എങ്ങനെ നോക്കുന്നു എന്ന് എനിക്കറിയണ്ട. പക്ഷേ തൃശൂലിന് ഇവിടെ സ്പെഷ്യൽ കെയർ കിട്ടിയിരിക്കണം. ത്രിവിക്രമൻ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതിനേക്കാൾ കൂടുതൽ തൃശൂലിന് കിട്ടിയിരിക്കണം. അവനിവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല.
ഹായ് ശിവാനി. ഹായ് ത്രിവിക്രം. എന്തിനാ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വരാൻ പറഞ്ഞു. ഓ, അപ്പൊ എന്റെ അടുത്തുള്ള സ്നേഹം കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് കൂടിയൊന്നുമല്ല, അതൊക്കെ നേരത്തെ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് തന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ ടെൻഷനൊക്കെ മാറി. അപ്പൊ ഓട്ടോമാറ്റിക്കലി തന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നി. സാർ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം? ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് മുഴുവൻ ഞാൻ സന്തോഷത്തോടെ തന്നെ ആയിരിക്കും ഇരിക്കുക. മഹാദേവ, ഞാൻ തൃശ്ശൂര് പറഞ്ഞ അമ്പലത്തിലേക്ക് പോണോന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ത്രിവിക്രമൻ ഇത്രത്തോളം മാറ്റം വന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലാണെങ്കിലോ ത്രിവിക്രം പൂർണ്ണമായും എനിക്ക് സ്വന്തമാകും എന്നുള്ളത് ഉറപ്പാ. ശിവാനി, എന്താ ശിവാനി, താൻ എന്തൊന്നും മിണ്ടാതേക്കുന്നു? ഞാൻ പറഞ്ഞ വിശ്വാസമായിരുന്നു തനിക്ക്. അയ്യോ, അങ്ങനെ സംശയമൊന്നുമില്ല. പക്ഷെ ഈയിടെയായിട്ട് നീ ഓരോ ദിവസം ഓരോ പോലെ പെരുമാറുന്നേ. ചില ദിവസം ദേഷ്യത്തിലായിരിക്കും, ചില ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും, പിന്നൊരു ദിവസം സന്തോഷത്തിലായിരിക്കും. നീ എപ്പോ ഏത് മോഡിലായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നേ ഇല്ല. താൻ പറഞ്ഞു ശരിയാ. ടെൻഷൻ കാരണം തന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല, ക്ലോസ് ആയിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി മുതൽ അങ്ങനെ സംഭവിക്കുകയില്ല. ഫുൾ ടൈം തന്റെ കൂടെ തന്നെ ഉണ്ടാവും. ത്രിവിക്രം, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ. ഒരു പെൺകുട്ടി തന്റെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാ. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം ത്രിവിക്രം, ഒരിക്കലും മാറരുത്. ഞാനോ ഒരിക്കലും മാറില്ല. ഞാൻ വിചാരിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ താൻ നോക്കിക്കോ ശിവാനി, ഏതു നേരം ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ടാവും. I love you, Shivani. ത്രിവിക്രം, എന്തോ ഒരു ശിവാനി, തനിക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടാണ്, പക്ഷേ ഓക്കെ, ആ സമയം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ശിവാനി, എനിക്കിപ്പോ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് തൃശ്ശൂരിന്റെ ഗേൾ ഫ്രണ്ട് ആരാന്നുള്ളത്. ഇന്ന് രാത്രി അവൾ ആരാന്ന് എനിക്ക് മനസ്സിലാവും. പാവം, നാളെ നേരം വിളിക്കുമ്പോ അവൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി അവിടെ സ്റ്റാർട്ടാവുക. ഓ, ഈ വീട്ടിലെ ദത്തപുത്രൻ കാർക്കൊക്കെ കഴിഞ്ഞ് വന്നോ? അല്ല, എല്ലാ റോഡുകളും അവിടെ ഉണ്ടോ നോക്കാൻ പോയതല്ലേ? എല്ലാം നന്നായിട്ട് നോക്കിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിച്ചല്ലേ പറ്റൂ, ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അല്ല, നിനക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലായിരിക്കും, എന്നാ ഞങ്ങൾക്കുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, എവിടേക്കെങ്കിലും നീ ഇറങ്ങി പോകുമ്പോ എവിടേക്കാണ് പോണെന്നുള്ള അഡ്രസ് തന്നിട്ട് പോ. എന്തിനാണെന്നറിയോ? അളിയൻ ചോദിക്കുമ്പോഴേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂ. അതിനിപ്പോ എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നോ? നിനക്കൊന്നും അറിയില്ല അല്ലേ? അല്ലടാ, നീ എന്താ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം, എപ്പോ വേണമെങ്കിലും തിരിച്ചു കയറി വരാന്നോ? ഒരു പശുവിനെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാലേ സമയമാകുമ്പോ അത് തിരിച്ചു വന്നോളൂ. പക്ഷെ നിന്റെ കാര്യമേ അതിനേക്കാളും കഷ്ടമാ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരി, ഇനി മുതൽ ഞാൻ പുറത്തേക്കൊന്നും പോവാൻ നിൽക്കുന്നില്ല. പോവാണെങ്കിൽ തന്നെ പറഞ്ഞിട്ടേ പോളാം. അമ്മാവനോ? ആരാണ് നിന്റെ അമ്മാവൻ?